നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത്? മറിയാമ്മ. മറിയാമ്മ ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. ശരി. ഹലോ ഹലോ പറയൂ. ഹലോ ഡോക്ടർ. പറയൂ ഡോക്ടർ പറയൂ. മറിയാമ്മ ഒന്ന് ടി വിയിൽ ശ്രദ്ധിക്കാതിരിക്കാമോ? ഫോണിൽ ശ്രദ്ധിക്കണേ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് ഞാൻ. പറയൂ. എന്റെ അമ്മയ്ക്ക് 64 വയസ്സുണ്ട്. അമ്മയുടെ പ്രായത്തിലുള്ളവരുടെയൊക്കെ ശരീരത്തിന്റെ ചുളിവ് ചെറുപ്പക്കാരുടെ കൂട്ടായിരിക്കുന്നു. അമ്മ ഇച്ചിരി ശരീരമൊക്കെ ഇച്ചിരി ചുളിഞ്ഞായിരിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? അത് പ്രായം ഇപ്പൊ പറഞ്ഞു 63 വയസ്സെന്ന്. അപ്പോ 64 വയസ്സ് 64 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടുള്ള ചുളിവ് അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ, അല്ലെങ്കിൽ ആ ചുളിവ് വരുന്നത് താമസിപ്പിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഈ ഇത്രയും പ്രായമായതിനു ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് അത്ര പ്രയോജനം ഉണ്ടാവില്ല. എന്നാലും ഞാനൊരു ഇത് പറയാം. ഇപ്പോൾ നമുക്കത് കൂടുതലും നല്ലതൊരു മധ്യവയസ്സൊക്കെ ആകുമ്പോഴേ ചെയ്യുന്നതായിരിക്കും. ഒരാഴ്ചയിൽ ഒരു 2 ദിവസം ഗോതമ്പ് പൊടി വിനാഗിരി ഒഴിച്ച് ഒന്ന് ചൂടാക്കി മുഖത്ത് പുരട്ടി കഴുകി കളയാം. ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്യാം. എത്ര നേരം വെക്കണം? അത് ഉണങ്ങി വരുന്ന സമയത്ത് ഏത് ലേപനം നമ്മൾ മുഖത്തോ ദേഹത്തോ ഇടുകയാണെങ്കിലും അത് ഉണങ്ങാൻ കാത്തിരിക്കരുത്. എപ്പോഴും ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങി വരുന്ന സമയത്ത് തന്നെ കഴുകി കളയണം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഇല്ലാതാവുകയാണ്. അപ്പോൾ അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കഴുകി കളയണം. ഇതിപ്പോ ഈ 64 വയസ്സിൽ അത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ബാക്കി കാണുന്നവർക്ക്, പ്രായം കുറഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗോതമ്പ് മാവ് വിനീഗർ ഒഴിച്ച് ചൂടാക്കി കുഴമ്പ് പോലെ ആവുമല്ലോ, അപ്പൊ അതിന് മുഖത്തിടുക. പിന്നെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ത്രിബല ചൂർണം. അതൊക്കെ ഒരു 30 വയസ്സാകുമ്പോഴേ എല്ലാ ദിവസവും കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് അങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഭാവിയിൽ ഈ ചുളുക്ക് വരുന്നതും അതുപോലെ ചർമ്മത്തിന് വരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ത്രിബല ചൂർണം ചില ആൾക്കാർക്ക് അത് കുറച്ച് വയറ്റിൽ നിന്ന് പോകുന്നതാണ്. ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക ആണല്ലോ. അപ്പൊ അതിൽ കടുക്ക മാറ്റിയിട്ട് നെല്ലിക്കയും താന്നിക്കയും കുറച്ച് എള്ളും കൂടെ ചേർത്ത് പൊടിച്ച് തേനിൽ കുഴച്ച് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഇതേ എഫക്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. തേനിൽ കുഴച്ച് കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചുളിവ് വരാതിരിക്കാം. പൊതുവെ ആന്റി ഏജിങ് ആണ്. പ്രായത്തിന്റെ വിഷമം ഇപ്പൊ നമ്മൾ ഇത് പറയില്ല, ആന്റി ഓക്സിഡൻസ് എന്നൊക്കെ അതേ എഫക്റ്റ് ആണ്. എന്നും നമുക്ക് ചെയ്യാവുന്നതാണ്, രസായനമാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇപ്പം നമ്മൾ ഇതിനെ കഴിഞ്ഞിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കാണ് ക്വസ്റ്റ്യൻ വന്നത്. എന്ത് കാര്യവും ഇപ്പൊ ഈ പറയുന്ന റിങ്കിൾസിന്റെ കാര്യം, ഏജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 30s തുടങ്ങി ചെയ്യണം. ഏർലിയർ ദ ബെറ്റർ. അപ്പൊ എത്ര വയസ്സിൽ ഇങ്ങനത്തെ ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ ഏത് ഏജിൽ തുടങ്ങാം? ഈ ത്രിബല കാര്യമാണ് ചോദിച്ചതെങ്കിൽ അത് ഏത് ഏജിൽ വേണമെങ്കിലും ചെയ്യാം. കാരണം അതൊരു രസായനമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ രുചിക്കുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് അതിനേക്കാൾ നല്ലത്. ഇപ്പൊ ഞാൻ വേറൊരു ഇത് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഇപ്പൊ രാവിലെ ഉണക്കമുന്തിരി കുറച്ചെടുക്കുക, ഏത്തപ്പഴം ഒരു പകുതി എടുക്കുക, പിന്നെ കൽക്കണ്ടം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിക്കുക. എന്നും രാവിലെ ഒരു ടോണിക് പോലെ കൊടുത്താൽ സ്കിന്നിനും നല്ലതാണ്. ബാക്കി പൊതുവെ ഒരു അലർജിക്കും ഈന്തപ്പഴവും ചേർക്കാം. ഈന്തപ്പഴം എന്നും കഴിച്ചാലും ചർമ്മത്തിന് വളരെ വളരെ നല്ലതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്നും രാവിലെ കൊടുക്കാൻ കുട്ടികൾക്ക് അതിന്റെ രുചിയും